യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഫുൾ പവർ മൂഡിലാണ്. ഇന്ന് നമ്മൾ ഫാമിലിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോകാൻ പോവാണ് ഗൈസ്. ഒരുപാട് നാളെ പ്ലാനിങ്ങിന് ശേഷം നമ്മളെല്ലാരും ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മളെ ഫാമിലി നമ്മൾ പോകാൻ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. നല്ല ക്ലൈമറ്റ് ആണ്, അത്യാവശ്യം കൊള്ളാം. നമ്മളെ ഈ ബാക്കിൽ കിടക്കുന്ന ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാൻ ഗൈസ്. നമ്മളെ വീട്ടുകാരൊക്കെ വന്ന് ഇപ്പോൾ ബസ് കയറാൻ പോണതിനുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും കൂടെ ആർത്തുലസി ബസ്സിനകത്ത് കയറി. ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഒന്ന് മാറി. കാര്യം നമ്മുടെ നാട്ടിൽ നല്ല മഴയായപ്പോഴേ പൊന്മുടിയിൽ നല്ല ക്ലൈമറ്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടി എടുത്തു തുടങ്ങിയപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ചെറുതൊട്ട് വലുത് വരെ ഫുൾ എനർജി, എല്ലാവരും ഓണായിരുന്നു. എന്തരാണ് ഞങ്ങൾ ആ ബസ്സിനകത്ത് കാണിച്ചത് ഞങ്ങൾക്ക് അറിയാം. എല്ലാം ചെറുതൊട്ട് വലുത് വരെ. ഞങ്ങൾ ഈ 3 ജനറേഷനുണ്ട്. അമ്മമാര്, അവരെ മക്കള്, അവരെ മക്കളെ. അപ്പോൾ ഈ 3 ജനറേഷനും ഒരേ വൈബിലാണ് നിന്നത്. ഞങ്ങൾക്ക് ഹെയർ പിൻ കയറി തുടങ്ങിയപ്പോഴേ കാര്യങ്ങൾക്ക് ഏകദേശം ബോധ്യം വന്നു. നല്ല കോടയാണ്, നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ വന്നത്. അങ്ങനെ അടിപൊളി വൈബ് അടിച്ച് ഞങ്ങൾ മോളിൽ എത്തിയപ്പോഴേ നല്ല മഴ. അങ്ങനെ കുറച്ച് നേരം അവിടെ കയറി നിന്ന് മഞ്ഞുകൊണ്ട് എല്ലാ പിള്ളേരും കിടപ്പിലാവും. എല്ലാം നിന്ന് വിറയ്ക്കും. പിള്ളേർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ പിള്ളേരൊക്കെ ഒരേ വൈബ്. പിള്ളേരും മഞ്ഞത്തിറങ്ങി നമ്മളോട് നടക്കുമായിരുന്നു. തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. പിന്നെ മല കണ്ടാൽ മല ഞങ്ങളുടെ വീക്ക്നെസ് ആണ്. എന്ത് ഉയരത്തിൽ കണ്ടാലും ഞങ്ങൾക്ക് അവിടെ കയറി നോക്കണം, എന്താണെന്ന് കയറി വെക്കണം. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു മല കണ്ട് അവിടെ കയറി തുടങ്ങി. പിള്ളേരൊക്കെ അടുത്തേക്കുന്ന പിള്ളേരൊന്നും കാണാൻ പോയി, അത്രയും കോടയാണല്ലോ. പിന്നെ എല്ലാത്തിനെയും നുള്ളിപ്പറക്കി ഞങ്ങൾ ഒരു മല കയറി. അതിൻ്റെ മുകളിലെത്തിയപ്പോഴുള്ള സന്തോഷ പ്രകടനമാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ മല ഇറങ്ങിയിട്ട് അടുത്ത മല കണ്ടപ്പോൾ അടുത്ത മല കയറാൻ പോവുകയാണ്. ഇവിടെ കയറിയിട്ട് പിന്നെ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ. എന്നാലും മല കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് കല്ലാറി പോകാമെന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ തേയിലത്തോട്ടം കണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. എല്ലാത്തിനെയും കൊളയായിട്ട് അടിച്ച്. അങ്ങനെ പിന്നെ കൊളയട്ടയൊക്കെ പറക്കി കളഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിക്കകത്ത് കയറി ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ തൊട്ട് അങ്ങേറ്റം വരെ ഇരിക്കുന്ന നമ്മുടെ ഫാമിലിയാണ് ഗൈസ്. കണ്ടില്ലേ, ആ വണ്ടിക്കകത്ത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് വണ്ടിക്കകത്ത് ഇപ്പം ഞങ്ങൾക്ക് നല്ല എനർജി ആയി. ഞങ്ങൾ വീണ്ടും കല്ലാറി പോകാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ കല്ലാർ അടച്ചിട്ട് അമ്മാതിരി മഴയായിരുന്നല്ലോ. പിന്നെ നമുക്ക് ആ മഴയൊന്നും ഒരു വിഷയമല്ല. ഫുഡ് കഴിച്ചപ്പോൾ എല്ലാം ഒരേ എനർജി, അമ്മാതിരി എനർജി. കാര്യം നമുക്ക് വേറെ സ്ഥലത്താ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഉള്ള സമയം നമ്മൾ മാക്സിമം മുതലെടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാണോ അവിടെ ഒരു ഡാൻസ്. വണ്ടിക്കകത്ത് ആ ചേട്ടനൊക്കെ വിചാരിച്ചാണ് ഈ പെമ്പിള്ളേരുത് എന്തൊരു ബഹളം എന്നാ ചേട്ടൻ വിചാരിച്ചാണ്. പക്ഷേ ഈ മുതുക്ക് പെമ്പിള്ളേർ ഇങ്ങനെയൊക്കെ കിടന്ന് ബഹളം കാണിക്കുമെന്നും ആ ചേട്ടൻ ചിന്തിച്ചാണ്, വണ്ടി ഓടിക്കുന്ന ചേട്ടനെ. പക്ഷേ നമ്മൾ നമ്മുടെ മാക്സിമം എൻജോയ് ചെയ്ത് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. കാര്യം നമുക്കിനി വീട്ടിലാണല്ലോ പോകാനുള്ളത്, വേറെ ഒന്നും നടന്നില്ല, മഴയാണ്. അപ്പം ഇതെങ്കിലും ഞങ്ങളെല്ലാവരും കളറാക്കി, ചെറുത് തൊട്ട് വലുത് വരെ കളറാക്കി. അങ്ങനെ കുറച്ച് പേര് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറിയുകൊണ്ട് തന്നെ കുറച്ച് പേര് ഛർദ്ദിച്ച് സൈഡായിട്ടുണ്ട്. എന്നാലും നമുക്കതൊന്നൊരു വിഷയമല്ല. ഞങ്ങൾ ഈ ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു.